നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്തായതിന് കാരണം CPM-ന്റെ സംഘടനാ വീഴ്ചയും ദൗർബല്യമെന്ന് തുറന്നടിച്ചുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ രംഗത്തെത്തിയിരിക്കുകയാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന CPM പാലക്കാട് ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു പ്രചാരണത്തിന്റെ മുഖ്യ ചുമതല കൂടിയുണ്ടായിരുന്ന ബാലന്റെ ഇത്തരത്തിലുള്ള വിമർശനം വരുന്നത്. പാലക്കാട്ടെ സംഘടനാപരമായ വീഴ്ച കാലങ്ങളായുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എങ്കിലും മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാമത് എത്തുമെന്നായിരുന്നു വിലയിരുത്തൽ. അതിനുപറ്റിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി, ശക്തമായ പ്രചാരണം, ആവശ്യത്തിന് ഫണ്ട് ഇതെല്ലാം തന്നെ നൽകിയിട്ടും രണ്ടാമതെത്തിയില്ല. ഒന്നുകൂടി ആഞ്ഞു പിടിച്ചാൽ 2000 മുതൽ 2500 വോട്ട് കൂടി പിടിച്ച് വലിയ അപമാനത്തിൽ നിന്നും കരകയറാൻ CPM-ന് സാധിക്കുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, MV ഗോവിന്ദൻ കമ്മീഷൻ റിപ്പോർട്ടിലും പാലക്കാട്ടെ സംഘടനാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതും നടപ്പാക്കിയില്ല. CPM-ന് സംഭവിച്ച രാഷ്ട്രീയപരമായ വലിയ അബദ്ധമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം സ്ഥാനം. മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ CPM-ന് വേണ്ടി വോട്ട് തന്നിട്ട് എന്തിന് BJP-യെ ജയിപ്പിക്കണം എന്ന തോന്നലുമുണ്ടായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ BJP-യാണ് രണ്ടാം സ്ഥാനത്തെത്തുന്നത്. ചരിത്ര വിജയത്തോടെ ഒന്നാം സ്ഥാനത്തെത്തിയത് UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. തുടക്കം തന്നെ CPM-നെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എങ്കിലും P. സരിന്റെ CPM-ലേക്കുള്ള വരവോട് കൂടി തന്നെ CPM പിന്നീട് സ്വപ്നം കണ്ടു തുടങ്ങി എന്ന് വേണം പറയാൻ. P. സരിൻ രംഗത്ത് എത്തിയതോടെ രണ്ടാം സ്ഥാനമെങ്കിലും തങ്ങൾക്ക് ലഭിക്കും എന്ന വലിയ വിശ്വാസം CPM-നെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം P. സരിൻ എത്തിയത് കോൺഗ്രസ് പാളയത്തിലാണ് എന്നുള്ളതും P. സരിൻ മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങൾ അഥവാ ആശങ്കകളെല്ലാം തന്നെ കോൺഗ്രസ് പാളയത്തിലുള്ള മറ്റുള്ളവർക്കുമുണ്ട് എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു CPM-ന്റെ പ്രതീക്ഷ. കോൺഗ്രസിനുള്ളിൽ VD സതീശന്റെ ഒരു ഏകാധിപത്യം നിലനിൽക്കുന്നുണ്ടെന്നും അവിടെ ഒരു തൃത്വമാണ് പ്രവർത്തിക്കുന്നതെല്ലാം തന്നെ P. സരിനും AK ഷാനിബും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാളയത്തിലെ മറ്റ് നേതാക്കൾക്കുള്ളിലും ഇത്തരത്തിലുള്ള അസ്വസ്ഥതയുണ്ട് എന്നുള്ള വലിയ ഒരു ഖ്യാതി പരത്താനും ഇരുവർക്കും ആയി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു ആശങ്ക തന്നെയായിരുന്നു CPM-ന്റെ വോട്ടിലെ പ്രതീക്ഷയും. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിന്മേലുള്ള ഇത്തരത്തിലുള്ള ആശങ്ക അത് വലിയ തരത്തിൽ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു CPM-ന്റെ ഇത്തവണത്തെ പ്രചാരണ തന്ത്രം. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ട്രോളി ബാഗ് വിവാദവുമായി എല്ലാം തന്നെ CPM രംഗത്ത് വരുന്നത്. കോൺഗ്രസിന്റെ മുഖച്ഛായ എത്ര കണ്ട് മങ്ങലേൽപ്പിക്കാൻ സാധിക്കുമോ അതെല്ലാം തന്നെ ചെയ്യുക എന്നുള്ളതായിരുന്നു CPM-ന്റെ അജണ്ട. പക്ഷേ അവയെല്ലാം തന്നെ പാളിപ്പോകുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ BJP-യെ സംബന്ധിച്ച് BJP-യുടെ ശക്തി കേന്ദ്രമാണ് പാലക്കാട് ജില്ല എന്ന് പറയുന്നത്. മാത്രമല്ല, നഗരസഭയുടെ ഭരണം പോലും BJP-യുടെ കൈകളിലായിരുന്നു. അതുകൊണ്ട് C. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ BJP അവതരിപ്പിക്കുമ്പോൾ BJP-ക്കും പ്രതീക്ഷകൾ ഏറെയായിരുന്നു. BJP-യുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങളിലെ വോട്ടുകളിലുമായിരുന്നു. പക്ഷേ ആ നഗരപ്രദേശങ്ങളിലെ വോട്ടുകളെല്ലാം തന്നെ തൂത്തുവാരിക്കൊണ്ടായിരുന്നു പിന്നീട് കോൺഗ്രസിന്റെ തേരോട്ടം കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നഗരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ചയുമെല്ലാം തന്നെ വോട്ടെണ്ണൽ ദിനങ്ങളിൽ കണ്ടതാണ്. എന്നാൽ അതേസമയം തന്നെ CPM-ന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയായിരുന്നു. ആ ഗ്രാമീണ മേഖലയിലെ വോട്ടുകൾ പോലും കൃത്യമായി സ്വന്തമാക്കാൻ CPM-ന് സാധിക്കുന്നില്ല. CPM-നുള്ള ആ വോട്ടുകൾ പോലും മാറി ചിന്തിക്കാൻ കാരണം CPM-ന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, CPM മൂന്നാം സ്ഥാനത്തേക്ക് എത്തൂ എന്നുള്ള ധാരണ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് CPM-ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും BJP മുന്നോട്ട് വരുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ആ വോട്ടുകളെല്ലാം തന്നെ പിന്നീട് UDF-ലേക്ക് പോയത്. യഥാർത്ഥത്തിൽ ഈ വോട്ടുകളെല്ലാം തന്നെ UDF-ന് കണ്ണുണ്ടായിരുന്നു എന്ന് വേണം കാണാൻ. കാരണം UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ UDF-ന്റെ സകല തന്ത്രങ്ങളും പാലക്കാട് മെനഞ്ഞു തുടങ്ങുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ UDF-ൽ കനത്ത ചേരിതിരിവെല്ലാം തന്നെ പ്രകടമായിരുന്നു. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അതൃപ്തികളെല്ലാം തന്നെ തലപൊക്കിയിരുന്നു. VD സതീശന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ കനത്ത അതൃപ്തിയുണ്ടായിരുന്നു. കോൺഗ്രസിൽ തന്നെ പല നേതാക്കളും പിന്നീട് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയില്ല എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. K. മുരളീധരൻ സ്ഥാനാർത്ഥിയായി വരുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത് എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ CPM-ന് അകത്ത് P. സരിനോട് തന്നെ കനത്ത വിയോജിപ്പുണ്ടായിരുന്നു എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്. P. സരിന്റെ കടന്നുവരവും പെട്ടെന്നുണ്ടായ CPM-നോടുള്ള അമിതമായിട്ടുള്ള സ്നേഹപ്രകടനവുമെല്ലാം തന്നെ പല പ്രവർത്തകർക്കിടയിലും അസ്വസ്ഥത ഉണ്ടായിരുന്നു. P. സരിനെ സംബന്ധിച്ച് AK ബാലന് ആദ്യം പറഞ്ഞ വാക്കുകളല്ല പിന്നീട് പറഞ്ഞിരുന്നത് എന്നുള്ളതെല്ലാം കണ്ടതാണ്. വാക്കുകൾ മാറി മാറി മറിയുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നതാണ്. ഒരർത്ഥത്തിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ CPM-നുള്ള ഇത്ര വലിയ തിരിച്ചടിക്കുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് P. സരിനോടുള്ള അതൃപ്തിയുമായി തന്നെ കണക്കാക്കപ്പെട്ടിരുന്നു. MV ഗോവിന്ദന്റെ റിപ്പോർട്ടിലാണെങ്കിലും AK ബാലൻ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ സംഘടനാപരമായിട്ടുള്ള പ്രചരണ രീതികളിലെല്ലാം തന്നെ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്താമായിരുന്നു എന്ന് CPM തന്നെ തിരിച്ചറിയുന്നുണ്ട്. CPM-നെ സംബന്ധിച്ച് ഇനി ആകെയുള്ള പ്രതീക്ഷ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് തന്നെയായിരിക്കും ഈ വന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പാലക്കാടാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും ആരായിരിക്കും വിജയിക്കുക, എന്തായിരിക്കും അവിടുത്തെ ട്രെൻഡ് എന്നതിന് അനുസരിച്ച് തന്നെയായിരിക്കും അക്ഷരാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ ചേലക്കര CPM വിജയിക്കുകയും പാലക്കാട് UDF വിജയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ ട്രെൻഡ് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭരണവിരുദ്ധത ഉണ്ടോ എന്നുള്ള ചോദ്യമെല്ലാം തന്നെ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അനുസരിച്ച് കൊണ്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും തങ്ങളുടെ വിധി എന്ന് തീരുമാനിക്കാനുമാകുക. എന്നാൽ അതേസമയം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങൾ തന്നെയായിരിക്കും വിജയിക്കുക എന്ന് മനസ്സിൽ കുറിച്ചുകൊണ്ട് തന്നെയാണ് UDF-നുള്ളിലെ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കം എന്നുള്ളത് കൂടി കൂട്ടി വായിക്കേണ്ടതാണ്. AK ബാലൻ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കയും അതുതന്നെയാണ്.